സോ ഗായ്സ് നല്ല സീനാണ്. മരമൊക്കെ ഒടിഞ്ഞു വീണ് ലാൻഡ് സ്ലൈഡൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ സീനാണ്. നല്ല അടിപൊളി മഴയത്തേക്കടെ വണ്ടി ഓടിച്ച് കളിക്കുന്നു. നല്ല സെറ്റ് മഴ എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ ഒരു രക്ഷയില്ല. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം പിന്നെ ഞാനും ഓർത്തു വിട്ടേക്കാം. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മളവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ അത് കാരണം പിന്നെ ഞാനും ഓർത്തു വിടുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് കിലോമീറ്റർ എങ്കിലും കുറച്ച് ക്ലോക്കാവും. ഇല്ലെന്നുണ്ടെങ്കിൽ പണി ചിലപ്പോൾ പാതാളത്തേക്ക് ഇടും. നോക്കിയാൽ എന്നാ കാറ്റും മഴയാന്ന്. ഇതാണ് ഇവിടുത്തെ എക്സ്ട്രീം മഴ കേട്ടോ. ഇവിടുത്തെ എക്സ്ട്രീം മഴ ഇങ്ങനെയാണ്. എന്തായാലും ഷൂവിൻ്റെ അകത്ത് വെള്ളം നനഞ്ഞ പണി കിട്ടും. വെള്ളം കയറിയിട്ടുമുണ്ട് ഓൾറെഡി. അതിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ദ ഓൺലി തിങ് ഇപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് മാക്സിമം പടയെന്ന് എത്താൻ പറ്റും നോക്കാം. നല്ല കാറ്റും മഴ കേട്ടോ. ഞാൻ യെല്ലോ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഇൻ കേസ് ആരെങ്കിലും ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്നവന്മാർ കണ്ടോട്ടെ എന്നോർത്ത്. അയ്യോ ഒന്നും പറയണ്ട. ഗോപ്രോ ഐ തിങ്ക് ഇവിടെ നമ്മൾ പെട്രോൾ അടിച്ചേ. ഇവിടെ നമ്മൾ തിരിച്ചെത്തി. ഫുൾ ടാങ്ക് ഇവിടെ നിന്ന് അടിച്ചിട്ടാണ് പോയത്. കാരണം നയറ കിട്ടിയോണ്ട് ഞാനങ്ങ് ഫുൾ ടാങ്ക് അടിച്ചു വെച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് ശരിയാക്കിയത് കൊണ്ട് ഒന്നുകൂടെ സ്മൂത്തായി, ഒന്നുകൂടെ ഓക്കെ. പക്ഷേ ഉണ്ടല്ലോ, വാവ് വാട്ട് എ ക്ലൈമറ്റ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. ഇതിങ്ങനെയൊക്കെ റൈഡ് ചെയ്യണം. എന്നാ രസമാണെന്നറിയാമോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി. ഇതൊക്കെയാണ് ലൈഫിൽ റിസ്ക് എടുക്കേണ്ടത്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ്. ഷൂവിൻ്റെ അകത്ത് വെള്ളം കയറി എൻ്റെ കാലൊക്കെ നല്ലപോലെ തണുക്കാൻ തുടങ്ങി. ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷൂസ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് വെള്ളം കയറും. പറഞ്ഞിട്ട് കാര്യമില്ല. 41.4 മൈലേജാണ് കാണിക്കുന്നത്. 1:05 സമയം. എനിക്ക് ആക്ച്വലി 4 മണിക്ക് മുമ്പ് അവിടെ എത്തണം. നോക്കട്ടെ എങ്ങനെയാന്ന്. ഇനിയിപ്പോൾ നിർത്താൻ വരത്തില്ല. ഞാൻ ആക്ച്വലി തിരിച്ചു വരുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ കയറാൻ ഓർത്തിരുന്നോ. പക്ഷേ ഇപ്പോൾ നിർത്താൻ വരത്തില്ല. അമ്മാതിരി മഴയാണ്. ഇങ്ങോട്ട് നല്ല മഴയാട്ടോ. നല്ല അമ്മാതിരി മഴ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ മഴയാണ്. ഒരു രക്ഷയില്ല. മൈക്ക് അഡാപ്റ്റർ പോകുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഗോപ്രോ പിന്നെ വാട്ടർ പ്രൂഫാണ്. സെല്ല് സീനില്ല. പിന്നെ മീഡിയ മോഡും വെച്ചിട്ടുള്ളതുകൊണ്ട് അകത്ത് വെള്ളം കയറാനുള്ള ചാൻസസ് ആർ വെരി വെരി ലോ. ബാറ്ററി ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം മേ ബി ഇനി അങ്ങോട്ടുള്ളത് മാക്സിമം ഞാൻ ഇൻസ്റ്റാ 360 റെക്കോർഡ് ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. കാരണം ഇനിയിപ്പോൾ നിർത്താനും പറ്റത്തില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ളത് പറ്റുള്ളൂ. ബിക്കോസ് നിലവിൽ എൻ്റെ ഷൂവിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി. അപ്പോൾ ഇനിയിപ്പം എവിടെ സ്റ്റോപ്പ് എടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാല് നല്ലപോലെ തണുത്തു കേട്ടോ. ഫുള്ള് മഴയാണ്. ഇനിയിപ്പോൾ ചിലപ്പം മോസ്റ്റ്ലി വീട് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും സിറ്റുവേഷൻ. എനിക്കറിയില്ല. എന്തായാലും മാക്സിമം നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പം 1:20 ആയുള്ളൂ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഒരു 2 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1:30, 2:30, 3:30 എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ എന്തായാലും. സോ ഗായ്സ് നല്ല സീനാണ്. മരമൊക്കെ ഒടിഞ്ഞു വീണ് ലാൻഡ് സ്ലൈഡൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ സീനാണ് കേട്ടോ. മൈ ഗോഡ്. കാരണം ഒന്ന് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ നല്ല ഹെവി സ്പ്ലാഷ്, ഹെവി എന്താ പറയുക, വെള്ളം ഭയങ്കരമായിട്ടാണ് വീഴുന്നത്. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വാട്ടർഫോളിൻ്റെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴുള്ള രണ്ടാമത്തെ വാട്ടർഫോൾ കഴിഞ്ഞു. ആൻഡ് അവിടെയും അത്യാവശ്യം വെള്ളം കൂടിയിട്ടുണ്ട്. ആൻഡ് മലയിൽ നിന്ന് നല്ല പോലെ വെള്ളം ചാടുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ല പോലെ മഴയാണ്, ഹെവി റെയിനാണ്. നല്ല പോലെ ഹെവി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന് നോക്കണം. ഒരുപാട് ഓവറായിട്ടുണ്ടെങ്കിൽ വിട്ടടിച്ച് പോകേണ്ടി വരും. കാരണം അല്ലെങ്കിൽ നല്ല പണി കിട്ടും. നോക്കിയേ, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളമാണ് ചാടുന്നത് മലയുടെ മണ്ടയിൽ നിന്ന്.
സോ ഇത് കംപ്ലീറ്റ്ലി ഒരു മലമണ്ട കേട്ടോ. അയ്യോ, ഐ തിങ്ക് ഇത് ഇപ്പോൾ റീസെൻ്റ്ലി വീണാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ട് പോയപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. അപ്പം നല്ല പണിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വിടണം, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. ചിലപ്പോൾ ഇവിടെ ജാമായി പോകും. നമ്മൾ പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാവും എന്നുള്ളത്. ഓ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, നോക്കട്ടെ എങ്ങനെയാണ്, എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. ഇവിടുത്തെ എങ്ങനെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കൂടിയോ എങ്ങനെ സിറ്റുവേഷൻ നോക്കട്ടെ. നമ്മൾ ആക്ച്വലി രാവിലെ വന്നപ്പോൾ അവിടെ കടകളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം ഒഴുക്ക് തുടങ്ങി. ഓ, നമ്മൾ പോയതിനേക്കാളും കൂടി 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 ഓഹോ, നമ്മൾ പോയതിനേക്കാളും ഇരട്ടിയായിട്ടോ. ആടാ സെറ്റ്. അപ്പം നല്ല പണിയാവും ഇന്ന്. അങ്ങനെ മഴ ചെറുതായിട്ടങ്ങ് നിന്നു. പക്ഷെ ഫ്രണ്ടിലോട്ട് ഫുള്ള് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൻ കോട്ട് ഊരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അകത്ത് ചെറുതായിട്ടൊക്കെ നനഞ്ഞു. ഇനിയിപ്പോൾ അധികം കിലോമീറ്റർ ഒന്നുമില്ല, നമ്മളിപ്പം കോതമംഗലം എത്താറായി. ഇനിയിപ്പോൾ നേരെ സ്ട്രെയിറ്റ് ടു വീട്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഫങ്ഷനുണ്ട്, അതിന് പോകണം. ഇപ്പോൾ 2:05 നോക്കാം. SMS വരുന്നുണ്ട്, അതിന് മുമ്പ് അങ്ങ് പോവുകയാണെങ്കിൽ. ഇല്ല പിന്നെ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സിന് ഒന്നാമത് ബസ്സുകാർ സൈഡ് തരത്തില്ല, എസ്പെഷ്യലി ബൈക്കുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോണടിച്ചാൽ പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. പിന്നെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഈ ഭയങ്കര മഴയുള്ള സമയത്ത് ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വിട്ടടിച്ച് പോകുന്നത്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ എത്ര സ്പീഡിൽ പോരാൻ വേണ്ടി നിങ്ങൾ കൺട്രോൾ അനുസരിച്ച് ഓടിക്കാവുള്ളൂ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, എന്തായാലും മഴ പിന്നെയും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളവിടെ നിന്ന് പറയുന്ന മഴ നിന്ന സമയത്ത് ഓർത്താണ് ഇത് മാറിയേക്കാം, അതായത് മറ്റേ റെയിൻ ലൈനേഴ്സ് എല്ലാം മാറ്റിയേക്കാം എന്ന് ഓർത്താണ്. അപ്പോൾ ആദ്യം അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഓർത്ത് വേണ്ട, വെറുതെ എന്തിനാ ഇതാക്കുന്നതെന്ന് ഓർത്ത്. എന്നിട്ട് പിന്നെ എന്തായാലും ആ ഡിസിഷൻ എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ എഗെയിൻ മഴ സ്റ്റാർട്ടായി. പിന്നെ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇടണ്ട വന്നേനെ. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാവാനാണ് സാധ്യത കൂടുതൽ. നോക്കാം എന്തായാലും എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിലൊരു ലെഫ്റ്റ് ഉണ്ട്, അതിലല്ല എനിക്ക് നേരെയാണ് പോകേണ്ടത്. ബിക്കോസ് എനിക്ക് നേരെ പോകുന്നതാണ് ലാഭം. പക്ഷെ അവന് നിലവിൽ നേരെ പോകുന്നതല്ല ലാഭം, കാരണം പാലാ വഴി പോകുന്നതാണ് ലാഭം. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നിലവിൽ ഒരു ബൈ ബൈ പറയേണ്ടി വരും. സോ അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ. കാരണം എനിക്കിപ്പോൾ 4 മണിക്ക് മുമ്പ് ഒരു സ്ഥലത്ത് എത്താനുണ്ട്. അവിടെ വീട്ടിൽ ചെന്നിട്ട് ഒരാളുടെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എനിക്ക് അങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ എനിക്ക് കൂത്തറളം വഴി തന്നെ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പം നിലവിൽ ലെഫ്റ്റ് തരും ഫ്രണ്ടിൽ നിന്ന് പാലാ റൂട്ടിലോട്ട് കയറാനുള്ള. ഞാൻ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് കൂത്താട്ടോളം, അവിടുന്ന് നേരെ കുറവലിങ്ങാട്. സോ ഫാർ സോ ഗുഡ്. ഇന്നത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അമേസിങ് അഡ്വഞ്ചർ റൈഡ്, പോളി റൈഡായിരുന്നു, പോളി റൈഡ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് വന്നത് ശരിക്കും വോർത്താണോ എന്ന് ചോദിച്ചാൽ അമ്മാതിരി വോർത്തായിരുന്നു. കാരണം അത്രയും മഴ, അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഒക്കെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര ഗെയിംസ് ഒന്നുമല്ല. ആക്ച്വലി കാണുമ്പം, ക്യാമറയിൽ കാണുമ്പോൾ തോന്നും ആ ഇതെന്ത് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് തോന്നുമെങ്കിലും റിയൽ എക്സ്പീരിയൻസ് ചെയ്തുള്ള ആൾക്കാർക്കറിയാം. അതുപോലെ തന്നെ റിപ്പിൾ, നമ്മുടെ എന്താ പറയുക, വാട്ടർഫാൾ കണ്ടു. ഇറ്റ്സ് വാസ് ഫൺ. കാരണം റിപ്പിൾ നമ്മുടെ ആറ്റിനറിയിൽ ഇല്ലായിരുന്നു. ഇന്ന് ജസ്റ്റ് ഞങ്ങൾ മൂന്നാർ പോവുക, ഒന്ന് കറങ്ങി വരിക, അത്രേ ഒരു പ്ലാനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അവിടെ ഞങ്ങൾ പോയ വഴി കൂടെയാണ് റിപ്പിൾ എന്നറിഞ്ഞപ്പം ഓക്കെ എന്നാൽ പിന്നെ അതും കൂടെ കണ്ടേക്കാം എന്നങ്ങനെയായി. അങ്ങനെ ഒരു തീരുമാനം എടുത്താണ്, സഡൻ തീരുമാനം എടുത്താണ്. അതും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഇന്നലെ രാത്രി 11:30. ഇന്നലെ രാത്രി 11:30 പ്ലാൻ ചെയ്തു. 3:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. 4:15 ആയപ്പം ഇവൻ പാലായിലെത്തി. ഞാൻ ഒരു 4:20 ആയപ്പോൾ എത്തി. ഞാൻ 5 മിനിറ്റ് ലേറ്റായിപ്പോയി. അങ്ങനെ വേറൊന്നുമില്ല, രാവിലെ ഇറങ്ങിയപ്പം ശകലം പണിയായിപ്പോയി. അങ്ങനെ പോന്നു. മൂന്നാർ പോയി കറങ്ങി, ഗ്യാപ്പ് റോഡ് കയറി മൂന്നാർ വന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിപ്പിൾ വാട്ടർഫോൾ കണ്ടു. എവറിത്തിങ് ഈസ് സെറ്റ്, എവറിത്തിങ് വാസ് ഓസം.
എന്തൊക്കെ പറഞ്ഞാലും ട്രിപ്പ് അമേസിങ് ആയിരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഇത്ര നോക്കാറില്ല. നമ്മൾ അടിച്ചു പൊളിച്ചോ, നമ്മൾ സന്തോഷിച്ചോ, നമ്മൾ ഹാപ്പിയാണോ, അത്രയും നോക്കിയാൽ മതി. ട്രിപ്പിൽ മഴയും വെയിലും പൊടിയും മറ്റേ ഓഫ് റോഡും എല്ലാം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ എൻജോയ് ചെയ്തോ, നമ്മൾ ഹാപ്പി ആയിരുന്നോ, അത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ട്രിപ്പും മനോഹരമാണ്, ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയാണ്. സോ ഇവിടെ ഇതിപ്പോൾ വൺ വേ അവിടെ നിന്ന് മറ്റേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞാൻ കയറ്റി വിടുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ജാം. ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഐ തിങ്ക് ഓക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂന്നാർ ടൗണിൽ നിന്ന് ടൗൺ കഴിഞ്ഞ് നമ്മളെ ചോക്ലേറ്റ് മേടിച്ചെടുത്ത് ഏകദേശം ഒരു 12:15 ആയപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തത്. ഏകദേശം നമ്മൾ 3 മണിക്കൂർ കൊണ്ട് മൂന്നാറിൽ നിന്ന് നമ്മുടെ വീട്ടിൽ കുറവലങ്ങാട് എത്താറായി. കുറവലങ്ങാട് ഇനിയിപ്പോൾ 4-5 കിലോമീറ്ററോളം ഓൾമോസ്റ്റ് എത്തി. സോ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡ്യൂക്കയിൽ ഇത്രയും മഴയത്ത് ഇത്രയും ഇതിൽ ഉള്ള വഴിയൊക്കെ നമ്മൾ സ്മൂത്തായിട്ട് എത്തി. സോ റിയലി നൈസ് മൈ ഡിയർ ബേബി, യു ആർ റിയലി നൈസ്. സോ ഒരുപാട് ഓവർ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല, ഒരു 70-80 നമ്മൾ പോകുന്നുള്ളൂ. 82 ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ 82-85 ഒക്കെ വരെ പോയെന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലോട്ട് എന്തായാലും പോയിട്ടില്ല. 100+ ഒന്നും നമ്മൾ പോയിട്ടില്ല. അങ്ങോട്ട് പോയപ്പോൾ ഒരു പ്രാവശ്യം നിയറസ്റ്റ് ആയിട്ട് 100 ടച്ച് ചെയ്തായിരുന്നു ഐ തിങ്ക്. അതോ 100ൻ്റെ മുകളിൽ പോയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഐ തിങ്ക് 100ൻ്റെ അടുത്ത് ടച്ച് ചെയ്തു, അല്ലെങ്കിൽ 100ൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം പോയായിരുന്നു. ബട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും മഴയത്തും കാര്യങ്ങളും എല്ലാം കൂടി 3 മണിക്കൂർ കൊണ്ട് നമ്മൾ വീടെത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഫ്ലോ അങ്ങ് പോയി. ഇതുപോലത്തെ ഓരോരുത്തന്മാർ ഒരു ഇടയ്ക്ക് കയറുമ്പോൾ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീടെത്തിയിട്ട് നിങ്ങളെ കാണാം. കാരണം ഇനിയിപ്പോൾ നിലവിൽ നിയറസ്റ്റ് ആയി, ഇനിയിപ്പോൾ കൂടി പോയൊരു 4-5 കിലോമീറ്റർ ഉള്ളൂ, മാക്സിമം 4-5 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിലോട്ട്.